കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു സൈക്കോ കള്ളനും ഭാര്യ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് ഉണ്ടെങ്കിൽ ഭാര്യ ഗർഭിണിയാണ്, ഇനിയുള്ള കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞായിരുന്നു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടി അബോട്ടായി എന്നുള്ള രീതിയിലായിരുന്നു ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ചുള്ള പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സൈക്കോ കള്ളനും ഭാര്യ ഒരു വീഡിയോ ഇട്ടത് തൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞായിരുന്നു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിലുണ്ടെങ്കിൽ ഇതേ കണക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന് കാരണം ഇവരാണ്, അല്ലെങ്കിൽ ഇവർ ഇതേ കണക്ക് പക്വതയില്ലാത്ത പെരുമാറ്റം കൊണ്ടാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്താണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ കണക്ക് ഒരുപാട് പേര് പറയുന്നുണ്ട് ഞങ്ങൾ മെച്ചുവർ അല്ലാത്തതുകൊണ്ടാണ് ഇതേ കണക്കുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചതെന്നൊക്കെ രീതിയിലാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, ഭയങ്കര കഷ്ടപ്പെട്ടുള്ള ഒരു പ്രഗ്നൻസി തന്നെയായിരുന്നു. ശരീരം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അനക്കാനോ ഒന്നും പാടില്ലെന്നൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ശരീരത്തിന് പറ്റാത്ത ഒരു സ്ഥിതി ആയതുകൊണ്ടാണ് ആ കുട്ടി ഉണ്ടായി അബോട്ടായി പോയ ഒരു സ്ഥിതി എത്തിയിരിക്കുന്നത്. അതല്ലാതെ ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടല്ല ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. അതോടെ തന്നെ ഫാമിലിയായിട്ട് ഇപ്പോൾ വലിയ കോൺടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പോലും ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യണമെന്നൊരു അറിയാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം വെളിയിലോട്ട് വരുന്ന രീതിയിലായിരുന്നു ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.